നമ്മളൊരു വീഡിയോ ഇടുന്നെന്ന് വെച്ചാല് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങള് കുറച്ച് പേരിലേക്കെങ്കിലും എത്തുമ്പോ അവരത് പഠിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇപ്പൊ എനിക്ക് കുറേ മെസ്സേജ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. സ്റ്റിച്ചിങ്ങിനെ പറ്റി അറിയാവുന്ന ആരടുത്ത് ചോദിച്ചാലും അവര് മുഴുവനായിട്ട് ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എനിക്കും അങ്ങനെ അനുഭവമുണ്ട്. നമ്മളെല്ലാം സ്വയം പഠിച്ചെടുക്കണം. നമുക്കറിയാവുന്ന ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങള് വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടുകയല്ലേ ചെയ്യുന്നത്. ഞാൻ അത്രേ ചെയ്യണുള്ളൂ. നമ്മളൊരിക്കലും തെറ്റായ അറിവ് ഷെയർ ചെയ്യണില്ല. പക്ഷെ അതിലൊരുപാട് നെഗറ്റീവ് കമൻസ് യൂട്യൂബിൽ കുറവാണ് കേട്ടോ. പക്ഷേങ്കില് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ടൈലറിങ്ങിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്, പല ടൈപ്പിലുള്ള കാൽക്കുലേഷൻസും സ്റ്റിച്ചിങ് രീതികളും ഒക്കെ ഉള്ളത്. പ്രൊഫഷണൽ ടൈലേഴ്സ് ഒക്കെ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ മനക്കണക്ക് വെച്ച് തയ്ക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു മെത്തേഡിലുള്ള ഒരു കാൽക്കുലേഷൻ കാണിച്ചിട്ട് പിന്നെ വേറെ മെത്തേഡ് പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് തെറ്റാണ് എന്നിങ്ങോട്ട് തീർത്ത് പറയുവാണ്. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുടെ കൂട്ടത്തിൽ ബോഡി ഷേമിങ് നടത്തുന്നവർ അവരെയുണ്ട്. അതാണ് ഏറ്റവും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. ബോഡി ഷേമിങ് നമ്മൾക്ക് വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഗുണമുള്ളതാണോ ഗുണമില്ലാത്തതാണോ എന്ന് നോക്കിയാൽ പോരെ. വീഡിയോ ചെയ്യുന്ന ആളെ ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇച്ചിരി തടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത്? ഇപ്പൊ ഓരോ മനുഷ്യർക്കും പേഴ്സണലി ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കണ കാരണം എനിക്ക് ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതുപോലെ ക്ഷീണിക്കും. അതുകൊണ്ടാവാം. പക്ഷെ അതും പറഞ്ഞിട്ട് നമ്മള് എന്താ പറയുന്നത്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. അവര് നമ്മളെ കൊണ്ട് കുറച്ചെങ്കിലും പഠിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു ബ്ലെസ്സിങ് അല്ലേ നമുക്ക്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത്. എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം അറിയണ ഒരാളെന്നല്ല കേട്ടോ ഞാൻ പറയണ. തയ്യലിന്റെ പകുതി പോലും കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പഠിച്ച് ഞാൻ സ്വയം മനസ്സിലാക്കി എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴായിരിക്കും എല്ലാം ശരിയാവണം. ആരും ഒന്നും ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പോകുന്നില്ല. എല്ലാവരും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് എല്ലാവരും പഠിക്കണത്. സപ്പോർട്ട് ചെയ്യണ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. കുറച്ചാളെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ എങ്കിൽ കൂടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ.